നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും ഓർത്തോ സഭയെക്കുറിച്ച് പറയാനാണ്. അതായത് കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓർത്തോ സഭയിൽ ജനിച്ചു വളർന്നു, എന്നെ അച്ചപ്പെട്ടത് നേർന്നു. എന്നാൽ ഞാൻ അതിന് പോയില്ല. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അഥവാ ഞാൻ പോയിരുന്നെങ്കിൽ ഫ്രാങ്കോ മുടക്കിലോ അല്ലെങ്കിൽ ഓർത്തോ സഭയിൽ ഇന്നും കുംഭസാര രഹസ്യം ചോർത്തി കുടുംബിനികളെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആയിത്തീർന്നതിന് വേണ്ട, അതിന് എനിക്ക് വേണ്ടാതെ, അതുകൊണ്ട് ഞാൻ പോയില്ല. നിങ്ങൾ അതിനെ വേറെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യവും കാണാതെ കേൾക്കാതെ അല്ല പറയുന്നത്. എന്നാൽ നമുക്ക് ഓർത്തോ സഭയോട് തന്നെ ഞാൻ ചോദിക്കാം, മെത്രാന്മാരോടും പുരോഹിതന്മാരും വിശ്വാസികളോട് ചോദിക്കാം. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിൽ എല്ലാ ഞായറാഴ്ചകളും നിങ്ങൾ കുർബാന അർപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ പെരുന്നാൾ, ഭദ്രാസന ദിനം, സൺഡേ സ്കൂൾ ദിനം എന്ന് വേണ്ട, എല്ലാ ദിവസവും നിങ്ങൾ ബിസിയാണ്. എന്തുവാ അത്? നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, ഈ സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഭദ്രാസന ദിനമാണെങ്കിലും ഇടവക ദിനമാണെങ്കിലും അവിടെ കളിമേളാങ്കവുമാണ്. നമ്മൾ ദൈവത്തെ ഓർക്കുന്നില്ല. ദൈവത്തെ ഒരു കോടിനങ്ങ് തള്ളിയിരിക്കുക. വേണമെങ്കിൽ ഞങ്ങളെ സഹായിച്ചാൽ മതി എന്നും പറഞ്ഞ് പോട്ടെ. എന്നാൽ ഒരാണ്ടിൽ 3 ദിവസം നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിന് വേണ്ടി എന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട്. ഒന്ന് ദുഃഖവെള്ളിയാഴ്ച, ഒന്ന് ജന്മപ്പെരുന്നാൾ, 2 അഗ്നിപൂജ. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എല്ലാം എന്തോ ഉദ്ദേശം? ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വിറകുമില്ലാത്ത ഒരു കാര്യമാണ് കുരിശ് കുമ്പടിയിൽ ഓർത്തോ സഭയിൽ. ഞാൻ പറഞ്ഞു, കുരിശിനെ ദൈവമാക്കാനും ദൈവത്തെ കുരിശാക്കാനും കഴിവുള്ള സഭയാണ് ഓർത്തോ സഭ. അത് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പള്ളിക്കകത്ത് കുന്തിരിക്കം പോയിച്ച് ഇങ്ങനെ പോയിക്കുന്ന നടുവിൽ കൂടെ പ്രായമുള്ളവരും അല്ലാത്തവരും എല്ലാം കുരിശ് കുമ്പിടിന് പോവാം. പക്ഷെങ്കിൽ ഒരു കാര്യം അവിടെ ഇല്ലാതിരിക്കത്തില്ല, 2 പ്ലാസ്റ്റിക് ബക്കറ്റ് വരുന്നത്, സ്ത്രീകളുടെ സൈഡിലും പുരുഷന്മാരുടെ സൈഡിലും. ഈ പുകയുടെ സമയത്തും ആ ബക്കറ്റിൽ കൈമടക്കിട്ടേച്ച് പോകണം. ഈ കുരിശുകുമ്പിടിയിലെന്ന പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ പണസമ്പാദനം. ഈ ബക്കറ്റ് പിരിവ് ഉണ്ടായത് CPM ഓർത്തോ സഭ ഇന്നാണ്. മനസ്സിലായോ? അത് വേണ്ട. ഈ വലിയ നോമ്പ് കാലത്ത് കുമ്പസാരിച്ച് കുർബാന കൊള്ളണം. അവിടെയും ഈ 2 ഭാഗത്തും ഒരു രജിസ്റ്റർ വച്ചിരിക്കും. അവിടെയും ബക്കറ്റ് വച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുപോകാനാ? എന്താ, ഒരു മനുഷ്യൻ കുമ്പസാരിക്കുന്നതിന് പണം കൊടുക്കണം. വേണ്ട, പോട്ടെ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഈ ഓർത്തോ സഭ എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോകുന്ന സാത്താൻ്റെ സന്തതികളാണ് പുരോഹിതന്മാരും മെത്രാന്മാരും. അതിന് പല ഉദാഹരണം നമ്മളെ പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ. എന്നിട്ട് വേണ്ട, ഒന്ന് യേശുവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്, അതിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ നടുവിൽ
ശുശ്രൂഷ അവിടെ നിർത്തിവെച്ചിട്ട് പുരോഹിതനും വിശ്വാസികളെല്ലാം മെഴുകുതിരി കത്തിച്ച് ഇവിടെ പടിഞ്ഞാറ് വശത്ത് കുർത്തോല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ നാല് ചുറ്റും നിന്നുകൊണ്ട് വിശ്വാസികൾ യേശുവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ പാട്ടുകൾ പാടുകയാണ്. അപ്പോഴത്തേക്ക് ധൂപ് കൂറ്റി വീശുന്നു 4 വശത്തും. അവിടെ 3 പുരോഹിതന്മാർ അന്നേരം ഉണ്ടായിരിക്കും. അന്ന് യേശു മലയിലിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ 2 പേര് കൂടെ വന്നിരുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അല്ലാതെ ഞങ്ങൾ 3 കൂടുതലുണ്ടാക്കാവുന്നത്. അതായപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ മനുവായ ശുശ്രൂഷ ജനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷ നടത്തിയ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ ഈ അഗ്നിപൂജയ്ക്ക് 3 പുരോഹിതന്മാരുണ്ടായിരിക്കും. 3 പന്തവും പിടിച്ചുകൊണ്ട്. ഈ പന്തത്തിൻ്റെ ഉദ്ദേശം എന്താ? 3 പന്തത്തിൻ്റെ ഉദ്ദേശം എന്തുവാ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ 3 പന്തം എവിടെയാ, എങ്ങനെയാ, എന്തുവാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവര് സാത്താൻ സേവക്കാരാണ്. ഇവരാ അഗ്നിപൂജ നടത്തുന്ന സമയത്ത് അവരുടെ മനസ്സിൽ സാത്താൻ സേവയാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ കാര്യമില്ലാതെ ഒന്നും അറിയാതെ കേൾക്കത്തെ പറയത്തില്ല. ഞാൻ എവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പോവും. അത് ആത്മീയമാണെങ്കിലും മറ്റു വിധത്തിലുള്ളതാണെങ്കിലും പോവും. ഞാനൊരു ദിവസം കളമറ്റത്ത് കത്തനാറിൻ്റെ സേവ കാണാൻ പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ദുരാത്മാക്കളെ കൊണ്ട് കാര്യം നടത്തുന്നവരാണ് ക്ഷുദ്രവേലക്കാർ. അങ്ങനെയുള്ള പരമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരെന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം ഞാനൊരു കാര്യം കാണാൻ പോയി, ഒരു ക്ഷുദ്രവേല. അത് നിങ്ങളാരും അത് കണ്ടിട്ടില്ല, ഇനിയും കാണാനും പോകുന്നില്ല. നിങ്ങൾ കാതോലിക്കാതെ മറ്റേതും താങ്ങി നടക്കത്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾ ലോകത്തെ കാണണം. ലോകത്തിൽ യോബിനെ പരീക്ഷിച്ച സാത്താൻ, അന്നത്തെ സാത്താൻ, ഇന്നത്തെ സാത്താൻ എന്ന് പറഞ്ഞാൽ മാനുഷ്യരെ. അന്നത്തെ സാത്താൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട സാത്താനാ. ഇന്നത്തെ ഈ മന്ത്രവാദികൾ കൊണ്ടു നടക്കുന്ന ഇവരെന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാക്കളാണ്. മന്ത്രവാദങ്ങൾ കൊണ്ട് അവരെ പിടിച്ച് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് ഈ മന്ത്രവാദികളുടേത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നു. നിങ്ങൾക്കറിയത്തില്ല, ഇവരൊന്നും നിസ്സാരമായിട്ടുള്ള ഓരോ കാര്യം ചെയ്യുന്നത്. അവർ മന്ത്രവാദം ഏതെങ്കിലും ഒരു കാര്യമായ കാര്യം ചെയ്യുമ്പോൾ ചന്ദനമുട്ടി കൊണ്ടാണ് ആരി ഉണ്ടാക്കുന്നത്. അവിടെ നാരങ്ങ കാണും, പാമ്പുന്തോല് കാണും, എന്ന് വേണ്ട ഇല്ലാത്ത കാര്യങ്ങളൊന്നും കാണത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഇവർ ഈ പൂജ മന്ത്രവാദം തുടങ്ങുന്നതിന് മുമ്പേ 3 പന്തം ഉണ്ടാക്കും. അത് പന്തത്തിൽ ഒഴിക്കുന്നത്. നെയ്യൊഴിച്ച് ഈ ആ പൂജ നടക്കുന്നിടത്ത് ആര്യയുടെ 3 വശത്തായിട്ട് ഈ 3 പന്തം കുത്തിവെക്കും. എന്തിനാ? അതായത് ഈ ദുരാത്മാക്കൾ തന്നെ അന്യോന്യം പ്രശ്നങ്ങളുണ്ടാക്കും. ഇവൻ ഏത് ദുരാത്മാക്കളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്, അത് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മറ്റുള്ള ദുരാത്മാക്കൾ വരും. അവർ വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ ഈ പന്ത കണ്ടു കഴിഞ്ഞാൽ അവർ വരത്തില്ല.
നിങ്ങൾക്കറിയാൻ പറ്റില്ല, നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും ജീവിച്ച മനുഷ്യനാണ്. അപ്പോഴേ അതാണ് 3 പന്തം. ഇവിടെ 3 പന്തം, അല്ലെങ്കിൽ ഒരു പന്തം പോരായോ? ഒരു പന്തം കൊണ്ട് കുർത്തോലൊക്കെ തീ കത്തിച്ച പോരായോ? അല്ല, മഹാപുരോഹിതനും മറ്റ് 2 പുരോഹിതന്മാരും കൂടെ പന്തം കൊടുത്തണം. അപ്പോഴേ ഇവിടെ ഈ കുർത്തോലയുടെ ആത്മാവ് മുകളിലോട്ട് പോകുന്ന വഴിയിൽ ആരും അശുദ്ധാത്മാക്കളുടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ടാണ് ഈ 3 പന്തം. കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ ദേവാലയത്തിനകത്തെ ശുശ്രൂഷ കഴിഞ്ഞ് എടുത്ത് ശവക്കല്ലറയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഒരു തൈര് ഒഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വഴിയാത്രയിൽ ദുരാത്മാക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ തൈര് ഒഴിക്കുന്നു പറഞ്ഞു. കാരണം ഡെഡ് ബോഡി കല്ലറയിലോട്ട് പോകുമ്പോൾ ദുരാത്മാക്കൾ എടുത്തുകൊണ്ട് പോകും. കാരണം എടാതെൻ്റെ വാസികളെ, ആത്മാവ് ശരീരം വെറും മണ്ണായി പോകുന്നതാണ്. ആത്മാവിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഈ ചെയ്യുന്ന എന്തുവാ? അന്ന് ദൈവം മാർത്തയും മറിയയും വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറി തൈലം കൊണ്ട് തലയിലൊഴിച്ചു. ഇല്ലയോ? അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് ഇതായിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. എന്നാലേ നിങ്ങൾ ഈ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യന് വേണ്ടി ആ ആത്മാവ് എവിടെ പോകുന്നു നിങ്ങൾക്കറിയത്തില്ല. ആ ആത്മാവിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുസരിച്ച് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ ഇടത്തോട്ട് വലത്തോട്ട് പോവുള്ളൂ. അതുവരെ എവിടാന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്തിനാണ് പരിശുദ്ധ ദേവാലയത്തിൽ കുർബാനയ്ക്ക് മുമ്പായിട്ട് ധൂപക്കുറ്റി വീശിക്കൊണ്ട് ഒരു ശുശ്രൂഷക്കാരൻ ദേവാലയത്തിൽ നിന്നിറങ്ങി നേരെ നടുവിലെ പാറയിൽ നടന്ന് പടിഞ്ഞാറ് വഴിയെ 2 സൈഡിലുള്ള വാതിൻ്റെ അവിടെയെല്ലാം ധൂപക്കുറ്റി വീശി പോകുന്ന എന്തിനാണ്? എനിക്കറിയില്ല. എന്നെ പഠിപ്പിച്ചത് അതായത് മരിച്ചുപോയവരുടെ ആത്മാക്കൾ, അതായത് നല്ലവരും അഴുക്കനും ഉണ്ടല്ലോ മരിച്ചുപോയവരെ, ഈ കുർബാന കാണാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുണ്ട്. കുർബാന എന്നുള്ള ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വന്ന് അവിടെ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുണ്ട്. അവർക്ക് ആ സമയം വരെ അവിടെ നിൽക്കാനുള്ള അധികാരമുള്ളൂ. ഈ ധൂപക്കുറ്റിയും വീശിക്കൊണ്ട് പടിഞ്ഞാട്ട് വരുന്ന സമയത്ത് ആ സമയം അവരവിടെ നിന്ന് ക്ലിയറായിക്കോണം. അല്ല, ഇതിലേതെങ്കിലും എത്രാനോ പുരോഹിതനോ അതിനെക്കുറിച്ച് അല്ല എന്ന് പറഞ്ഞു തരാൻ പഠിപ്പിക്കാമെങ്കിൽ പഠിപ്പിച്ചോ, അത് ഞാൻ കേൾക്കാം. ഞാൻ പഠിച്ചതാ. ഏതായാലും കൊള്ളാം. ഈ കുർത്തോല മന്ത്രവാദ വേലയിൽ കൂടെ കത്തിച്ച്, കാരണം കുർത്തോലിൻ്റെ ആത്മാവ് മേലോട്ട് പോകണമെങ്കിൽ വഴിയിൽ അശുദ്ധാത്മാക്കൾ പിടിച്ച് അതിനെ താഴെ നിർത്തും. അതുകൊണ്ട് വേണ്ട. അതിന് മന്ത്രവാദം ചെയ്യുന്നവരാണ് ഈ 3 പുരോഹിതന്മാർ. അല്ല, ഈ പന്തം എന്തിനാ 3 എണ്ണം? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്നിപ്പോൾ എനിക്കറിയത്തില്ല കാതോലിക്കേറ്റ ദിനമോ എന്തോ. നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തിനറിയാം ഇന്നത്തെ കാതോലിക്കാന്ന് പറഞ്ഞാൽ അത്താനാസോസ് മെത്രാപ്പോലീത്തയുടെ കൊലപാതകമോ അല്ലയോ, ആ കേസിലെ 1ാമത്തെ പ്രതിയാ. അവനെ പിടിച്ച് കാതോലിക്കാക്കിയത് പുരോഹിതന്മാരും മെത്രന്മാരും കൂടിയാണ്. കാരണം അത്താനാസോസ് ഉള്ള കാര്യം തുറന്നു പറയുന്ന മനുഷ്യനായിരുന്നു. ഇവൻ അങ്ങനല്ല. വേണ്ടിയവർക്ക് വേണ്ടി കൊടുത്ത് കയ്യിലെടുത്ത്
കാര്യം സാധിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവനെ ഇരുത്തെങ്കിലേ പുരോഹിത വർഗത്തിനും മെത്രാന്മാർക്കും തൃപ്തിയാകത്തുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നടക്കും. ആരോടെങ്കിലും ഈ കാതോലിക്ക ഞാൻ പറഞ്ഞുതരാം, ഈ കാതോലിക്ക വന്നതിന് ശേഷം എത്ര പുരോഹിതന്മാർ ഏതെല്ലാം ഇടവകളിൽ കുടുംബിനികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം. അവനൊക്കെ ഇന്ന് ഓരോരോ നല്ല നിലയിൽ തലപ്പത്തിരിക്കുക. അതിന് ഒരുത്തൻ്റെ ഭാര്യ വലിയ പ്രവാചകയാണ്. ഇന്ന് ബൈ ചാൻസ് ഞാൻ കാണാനിടയായി, ആ പുരോഹിതന് വീട്ടിലെ കാര്യം ചെയ്യാൻ വയ്യ, പക്ഷെങ്കിൽ ശുശ്രൂഷക്കാരൻ അവിടെ ചെന്ന് കാര്യം ചെയ്തു കൊടുത്തേക്കും. ഈ പ്രവാചകയും ശുശ്രൂഷക്കാരനെയും കൂടെ അവരുടെ വീടിൻ്റെ വാതിക്കൽ, അവിടെ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, കണ്ടു. ഈ ശുശ്രൂഷക്കാരനെ ഇതിനു മുമ്പും വേറൊരാളുടെ കൂടെ അവരെക്കുറിച്ച് ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നില്ല, ചെങ്ങന്നൂർ സിറ്റിയിൽ അവരും കൂടെ ഒളിഞ്ഞു മാറി നിന്ന് സംസാരിക്കുന്നു. വലിയ കാര്യം വീട്ടുകാര്യമായിരിക്കും പറയുന്നത്, അല്ല ആത്മീയ കാര്യമായിരിക്കും, എന്തോ. ഏതായാലും ഈ ഭർത്താക്കന്മാരറിയാതെ ഈ ഭാര്യമാർക്ക് ശുശ്രൂഷക്കാരൻ പോയി എന്തോ കാര്യം ചെയ്തു കൊടുക്കാനോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാതോലിക്ക പറയേണ്ടി കഴിഞ്ഞ കാലൻ കൊണ്ടുപോയ ക്യാൻസർ വന്ന് മരിച്ച കാതോലിക്ക പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നമ്മുടെ സഭയിലെ വിവാഹം കഴിച്ച പുരോഹിതന്മാർ അവർക്ക് വീട്ടുകാരെ നോക്കാൻ സമയമില്ല. കാരണം പള്ളിയുടെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ അവർക്ക് വീട്ടുകാരെ നോക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ് നോക്കേണ്ടതെന്ന്. ആരിപ്പം വിശ്വാസികളുടെ ആവശ്യമില്ല, ഇവർ തന്നെ അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. ഏതായാലും കൊള്ളാം, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ, ഇത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണണം. ജാതിയോടൊന്നൊരു വാക്ക് ബൈബിളിലുണ്ട്, അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ, ഷിയ മുസ്ലിം, മറ്ററബ് രാജ്യങ്ങൾ സുന്നിയും അവർ തമ്മിലടി. എവിടെ അടി തുടങ്ങിയത്? ഗാസയിൽ ഈ കള്ളന്മാർ ഇസ്രായേലിൽ കയറി ചൊറിഞ്ഞതാ. അവിടെ നിന്ന് തുടങ്ങിയ ആ ചൊറിച്ചിൽ ഇപ്പം ഒരു ഭാഗം പൂർത്തിയാകാൻ ജാതിയോടെന്നുള്ളത്. അത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഇനിയിപ്പോൾ വരുന്നത് റഷ്യക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാനൊക്കത്തില്ല. കൊടുക്കാം, ആയുധങ്ങൾ കൊടുക്കാം, അതിനും ഒരു പരിമിതിയുണ്ട്. കാരണം യുക്രൈനെ ചൊറിഞ്ഞ് വെച്ചിരിക്കുക. അവന് റഷ്യ കൈവിട്ട് കളിച്ചാൽ യുക്രൈൻ കയറി അകത്തേറി അടിക്കും. ചൈന കൊടുക്കും. ചൈന കൊടുത്താലും നോക്ക്, ചൈനയിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കൂടി വരിക. ഇനി അടുത്ത കാലത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ചൈനയും നേരിട്ട് പോയി കൊടുക്കാനൊക്കെ തന്നെ അവർ പ്ലെയിനിൽ കൊടുത്തയക്കുക. ഇവർ കൊടുത്തയക്കുന്ന സാധനം ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ ആരുണ്ട്? ചൈനയിൽ ഉണ്ടാക്കിയ സാധനം അതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ളത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു കാലത്ത് റഷ്യയിൽ നിന്ന് നമ്മൾ ഷിപ്പ് മേടിച്ചിരുന്നു. അന്ന് റഷ്യയിൽ നിന്ന് ഞങ്ങൾ പോയി ഷിപ്പ് കൊണ്ടുവന്നാലും ഞങ്ങളുടെ കൂടെ 6 മാസത്തേക്ക് റഷ്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഇന്ന് ചൈന കൊടുത്തു, റഷ്യ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ തൊടുമ്പോൾ ഇത് മറ്റിടത്ത് എന്ത് വീഴും? ഉദ്ദേശിച്ചത് പോകത്തില്ല.
ഇത് ഇത്രയും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഞാനൊരു സാധാരണ മനുഷ്യനാണ് മക്കളെ. കാതോലിക്കായ നിങ്ങൾ ഇങ്ങനെ താഴെ നിർത്തിയാൽ ഒക്കത്തില്ല. ഇനി ഒരു സ്വർണ്ണ കിരീടം കൂടെ എടുത്തു വെച്ച് അവരെ ഏത് വിധത്തിലും നിലത്ത് തൊടാതെ, കാരണം ചില ഗ്രന്ഥങ്ങൾ, അതായത് ഒരു 2 സഹോദരങ്ങൾ കണിയാന്മാരുണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ മന്ത്രവാദികളാണ്. അവിടെ വലിയൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. അവർ ഏതോ ആരോ വന്ന് ചെന്ന് കാര്യം ഏതോ ആവശ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള അമ്പലം. അപ്പം ഇവരെ പറഞ്ഞു ഞാൻ ഈ കലത്തിൽ അരിയിട്ട് തിളപ്പിക്കും, തിളച്ച് കഴിയുമ്പോൾ മറ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞു. ആ അരി തിളയ്ക്കാൻ സംഭവിച്ചില്ല. ആ അമ്പലത്തിൽ നിന്നുടനെ വന്നു. അതെന്തോ ആട്ടെ എടുത്തു കളയാൻ പറഞ്ഞു. ആ കഞ്ഞി അതുപോലെ എടുത്തു കളഞ്ഞിട്ട് ഈ ഗ്രന്ഥം ഇനി നീ നിലത്ത് തൊടുക, നീ കയ്യിലെടുക്കുകയോ ചെയ്താൽ നിങ്ങൾ രണ്ടും പോയിരിക്കുമെന്ന് പറഞ്ഞു. എന്നും അവരുടെ പത്തായത്തിൽ തൂക്കിയിട്ടിരിക്കുക ആ ഗ്രന്ഥം. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഞാനൊരു വഴുക്കനാ, ഒന്നും അറിയത്തില്ല. നന്മയോ തിന്മയോ എന്തെന്നുള്ള ഫലം തിന്നിട്ടില്ല ഞാൻ. ഇനി തിന്നണമെന്ന് ആഗ്രഹവുമില്ല. ഏതായാലും സഹോദരങ്ങളെ, ഓർത്തഡോക്സ് വിശ്വാസികളെ, നിങ്ങൾ ഇനിയും ഗൾഫിൽ പോയി മറ്റുള്ളവരെ വഞ്ചിച്ച് കാശ് കൊണ്ടുവന്ന് ഇവിടെ ഇനിയും 10,000-ലും അരിപ്പട്ടിയിലും പാത്തിരിക്കേണ്ട അവസരം ഉണ്ടാകത്തില്ല. ഇവരൊക്കെ 10,000-ലും അരിപ്പട്ടിലും 6-7 മാസം പാത്തിരുന്നിട്ട് എന്താ പൊന്നോൻ്റെയൊക്കെ പാസ്പോർട്ടും കാശുമായിട്ടാ. എന്നിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് വരുന്നത് വലിയ ഭക്തരായിട്ടാണ്. ഞാൻ കൂട്ട് പറയുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാണുകയും കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക.